വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനനിരതനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാവി ധരിച്ചുകൊണ്ടാണ് 45 മണിക്കൂറുകൾ നീളുന്ന ധ്യാനം ആരംഭിച്ചത്. കരയിലും കടലിലും കർശന സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. കാവി വസ്ത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനനിരതനായത്. രാത്രി ചൂടുവെള്ളം മാത്രമാണ് അദ്ദേഹം കുടിച്ചത്. പ്രത്യേക മുറി ഒരുക്കിയിരുന്നെങ്കിലും അത് ഉപയോഗിച്ചിട്ടില്ല. ധ്യാന മണ്ഡപത്തിൽ നിലത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയത്. പുലർച്ചെ സൂര്യോദയം കണ്ട ശേഷം പ്രാർത്ഥനയിലേക്ക് കടന്നു. ജൂൺ 1 ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം വഴി ഡൽഹിയിലേക്ക് മടങ്ങും. കരയിലും കടലിലും കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. നാവികസേനയുടെ സുരക്ഷാ ബോട്ടുകളും സ്മാരകത്തെ ചുറ്റിക്കറങ്ങി. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളും കടലിൽ പരിശോധനയ്ക്കായി ഉണ്ടായിരുന്നു. കരയിൽ 2000-ലധികം പോലീസുകാരാണ് സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. തീരത്തെ ഭഗവതി അമ്മൻ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വിവേകാനന്ദ എന്ന ബോട്ടിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചത്. ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പൂജാരിമാർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മ നമ്മൾ തിരിച്ചും മറിച്ചു നോക്കി ഉറപ്പുവരുത്തും. മികച്ച ഗുണമേന്മയ്ക്കൊപ്പം നല്ല വിലക്കുറവും കൂടെ ആയാലോ? നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഗ്രോസറീസ് തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവാണുള്ളത്. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ ഈ അവധിക്കാലം ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം